ആമസോൺ മഴക്കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്ക് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് പെറു. പെറുവിലെ സാറ്റിപ്പോ, നൌറ്റ എന്നീ നഗരസഭകളാണ് ഈ വിപ്ലവകരമായ ഓർഡിനൻസ് പുറത്തിറക്കിയത്. ഇതോടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ മലിനീകരണമില്ലാതെ ജീവിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പ്രതിനിധികൾ വഴി കോടതിയെ സമീപിക്കാനും ഈ കൊച്ചു പ്രാണികൾക്ക് കഴിയും. സ്വതന്ത്രമായി നിലനിൽക്കാനും വളരാനുമുള്ള നിയമപരമായ അംഗീകാരം ഈ തേനീച്ചകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ലത്തീൻ അമേരിക്കൻ സംഘടനയായ എർത്ത് ലവ് സെന്ററും തദ്ദേശീയ ഗോത്രവർഗക്കാരും നടത്തിയ ഇടപെടലുകളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ആമസോണിലെ സസ്യലതാദികളിൽ ഏകദേശം 80% പരാഗണം നടക്കുന്നത് ഈ തേനീച്ചകൾ വഴിയാണ്. കൊക്കോ, കോഫി തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അഷാനിക, കുക്കാമ, കുകാമറിയ തുടങ്ങിയ ഗോത്രവർഗക്കാർക്ക് ഇവ വെറും പ്രാണികളല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യ വൈദ്യത്തിന്റെയും ഭാഗമാണ്. ക്യാൻസർ പ്രതിരോധത്തിന് വളരെ സഹായിക്കുന്ന ഔഷധമൂല്യം ഇവയുടെ തേനിനുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അമിതമായ കീടനാശിനി പ്രയോഗം, വനനശീകരണം എന്നിവയ്ക്ക് പുറമെ ആഫ്രിക്കൻ തേനീച്ചകളിൽ നിന്നുള്ള വെല്ലുവിളിയും ഈ വർഗത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട്. മുൻപ് എളുപ്പത്തിൽ കണ്ടെത്തിയിരുന്ന ഈ തേനീച്ചകളെ കാണാൻ ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ നിയമം നിലവിൽ വന്നതോടെ വനവൽക്കരണം ഊർജിതമാക്കാനും കീടനാശിനികളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കാനും പ്രാദേശിക അധികാരികൾ ബാധ്യസ്ഥരാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊരു പുതിയ അധ്യായമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ജീവിവർഗങ്ങളുടെ സംരക്ഷണത്തിന് പെറുവിന്റെ ഈ മാതൃക വലിയ പ്രചോദനമാകും.